ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് അമ്പത് ട്രാവൽ ഫുഡ് സൈക്കോളജി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതിയിലൂടെയാണ്. നമ്മുടെ റോഡ് ട്രിപ്പ് കണ്ടിന്യൂസ്. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഗംഭീരമായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചട്ടുപുളി ഫാം ഹൗസാണ്. ഈ ഫാം ഹൗസിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഒരുപാട് ചെടികളും ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് മിസ്സാക്കാതെ കാണുക. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ സീതാർകുണ്ടിൻ്റെ ആ മനോഹാരിതയെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് ക്യാമറയ്ക്കും മനസ്സിനകത്തും ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഷയെക്കൊണ്ട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞ കാരണം ഞാൻ അഭിപ്രായം ചോദിക്കുന്നില്ല. ഞങ്ങൾ കയറി വരുമ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് കണ്ടായിരുന്നു. ആ ലൊക്കേഷൻ ഇവിടെയാണ്. എന്താ ലൊക്കേഷൻ്റെ ഞാൻ പോകുമ്പോൾ ഈ നോ സ്മോക്കിംഗ് കാണിച്ചു തന്നില്ലേ, ഇതിൻ്റെ എവിടെയായിരുന്നു ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഇതെന്താ സംഭവം എന്ന് നമുക്ക് നോക്കിക്കളയാം. വാട്ട് ഈസ് ദിസ് ഫോട്ടോഗ്രാഫി ലൊക്കേഷൻ? ലെറ്റ് us explore. ഹോ, വാവ്, സൂപ്പർ ആംബിയൻസ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്തോ ആയിരിക്കണം. അതിനകത്തേക്ക് പോകുന്ന ഒരു മാർഗമാണ് ഇത്. ഇവിടെ ഫെൻസ് ചെയ്ത് അവർ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇൻട്രൂഡ് ചെയ്ത് പോകരുത്, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഈ പ്രകൃതി ആസ്വദിക്കുക. ശ്രീകുട്ടൻ ഇവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഹായ് ശ്രീകുട്ടൻ. ഹായ്. അല്ലേ, യു ഫീൽ ലൈക്ക് യു ആർ ഇൻ ടോപ്പ് ഓഫ് ദ വേൾഡ്, അറ്റ്ലീസ്റ്റ് ടോപ്പ് ഓഫ് ദിസ് കമ്പി. സൂപ്പർ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരുന്ന ആ ലൊക്കേഷൻ അല്ലേ. നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? ഈ ലൊക്കേഷനിൽ വെച്ചുകൊണ്ട് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാകാത്തൊരു അല്ലെങ്കിൽ ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്താല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു സൗന്ദര്യം. ഇത് കാണാതെ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത് എന്നൊരു ആശങ്ക എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള പ്രകൃതി നമ്മുടെ തൊട്ടടുത്ത് തന്നെ, അത് പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടാവുമ്പോൾ, അതായത് പാലക്കാടും തമിഴ്നാടും ചേർന്നിട്ടുള്ളൊരു അതിർത്തി പ്രദേശമാണ് ആക്ച്വലി ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ഹില്ലിൻ്റെ ഇപ്പുറം കേരളവും അപ്പുറം തമിഴ്നാടും. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അധികം ആരും വരുന്നില്ല എന്നുള്ളത് ശരിക്കും ആശങ്കാജനകം തന്നെയാണ് കേട്ടോ. അങ്ങനെ വേറിട്ട പ്രകൃതിയുടെ ഒരുപാട് മുഖഭാവങ്ങൾ ക്യാമറയിലും മനസ്സിലും ഒപ്പിയെടുത്തതിന് ശേഷം സീതാർകുണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അടുത്താണ്, വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ പ്രകൃതിക്ക് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ വർണ്ണനത്തിന് അതീതമായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും തിരിച്ചെത്തി. എല്ലാവരും കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഭക്ഷണം ഒന്ന് ഏറ്റുപിടിക്കട്ടെ. സോ വെയിറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് ഇതൊക്കെയാണ്. ബിരിയാണി റൈസ്, സാലഡ് ആൻഡ് പുഴുങ്ങിയ മുട്ട. എല്ലാവരും ഇത് കൂട്ടി അടിക്കാൻ തുടങ്ങട്ടെ. വെയിറ്റ്. എൻ്റെ സുഹൃത്തുക്കളെ, കുടുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവൻ്റെ കൂട്ടുകാരും കൂടെ ഞങ്ങളെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചതേ ഇല്ല. ഒരു 10-20 കുരങ്ങന്മാർ തലങ്ങും വലങ്ങും ചാടി ഞങ്ങളെ ശരിക്കും ശല്യപ്പെടുത്തി. ഇവിടുന്ന് ആരും ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച സമയത്ത് ഒരു സംഭവം ഉണ്ടായി. കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഫുഡ് സ്നാച്ച് ചെയ്യാൻ വേണ്ടി വന്നു. മരത്തിന് ചുവട്ടിലെ കാർ നിർത്തിയത്. അപ്പോൾ അവർ ഫുഡ് സ്നാച്ച് ചെയ്യാൻ വേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങൾ അവർക്കും ജീവിച്ചു പോകണ്ടേ ഇക്കോസിസ്റ്റത്തിൽ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ
അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വരുന്ന സഞ്ചാരികൾ ദയവേത് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടെങ്കിൽ കുട്ടികൾ ശരിക്കും പേടിച്ചു, കൂടുതൽ കുട്ടികൾ പേടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നട്ടുച്ചയാണ്, സമയം 2 മണി. യാത്ര കണ്ടിന്യൂസ്. ഞങ്ങളെയും ഞങ്ങളുടെ ചാനലിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തരുമല്ലോ. അപ്പോൾ അഗെയിൻ പ്രകൃതി രമ്യമായിട്ടുള്ള കാഴ്ചകളിലൂടെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഡ്രൈവിലൂടെ നമ്മൾ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സെറ്റിൽമെൻറ്റ്സൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ആ സീതാർകുണ്ടിൻ്റെ ഭാഗത്തു നിന്ന് തിരിഞ്ഞു എത്തി. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ കാണുന്നുണ്ടല്ലോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. നല്ല രസകരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. അതിങ്ങനെ കവർ ചെയ്യാൻ പറ്റും, നോക്കാം. കണ്ടോ, മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്കവിടെ കാണാം. അത് വെള്ളച്ചാട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ വെള്ളം വന്ന് ഡാമിലേക്ക് പോകുന്നതിൻ്റെ ഒരു നീർച്ചോലയാണത്. ആക്ച്വലി നല്ല രസകരമായിട്ടൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് തോന്നി. എസ്റ്റേറ്റ് ഡ്രൈവ്, ഇത് ഡു നോട്ട് ലിറ്റർ എന്നുള്ള ബോർഡ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അവിടെ. ഓറഞ്ച് ഫാം ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയാണ്. ടെമ്പറേച്ചർ ഏതാണ്ട് 22-23 ഒക്കെയാണ് ഇവിടെ ഉള്ളൂ. അതാണ് നമുക്ക് ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ 2 റോഡായിട്ട് തിരിയുന്നത് കാണാം. നമ്മൾ സ്ട്രൈറ്റ് പോയി. ഇവിടെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാണാം ഇതുപോലെ രസകരമായിട്ടുള്ള ഇതേ പാറ്റേണിലുള്ള ലീഫുള്ള ചെടികൾ നമുക്ക് ഉടനീളം ഈ നെല്ലിയാമ്പതി മേഖലയിൽ കാണാൻ സാധിച്ചിരുന്നു. ഇതുപോലത്തെ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ മരങ്ങളുടെ രൂപഘടനയിലൊക്കെ മാറ്റം വന്നു. നല്ല ഹിൽ സ്റ്റേഷൻ റേഞ്ചിലുള്ള ഹിൽ സ്റ്റേഷനിൽ കാണുന്ന ടിപ്പിക്കൽ ഹിൽ സ്റ്റേഷനിൽ കാണുന്ന പോലെയുള്ള മരങ്ങളുടെ സ്വഭാവത്തിലേക്ക് മരങ്ങളുടെ രൂപഘടന രൂപാന്തരപ്പെട്ട് വരുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പേടിപ്പിച്ച കാര്യം, കുട്ടികൾ ഇപ്പം ഞങ്ങളൊന്നും പേടിച്ചില്ല, കുട്ടികൾ ശരിക്കും പേടിച്ചായിരുന്നു. പരിക്കന്മാരുടെ ആക്രമിക്കില്ല, അവർക്കും ഭക്ഷണം വേണം. നമ്മുടെ കയ്യിലുള്ള ഫുഡ് കണ്ടപ്പോൾ അവർ സ്നാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ കുറേ ഫുഡ് അവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവർ നോർമലായി പോവുകയും ചെയ്തു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് കാറ് വരുന്നുണ്ട്. അതിന് പോകാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത്തിരി സ്പേസ് ഷോർട്ടായിരുന്നു, എന്നാലും ഒതുക്കി കാറിനെ കയറ്റി വിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ നെല്ലിയാമ്പതി പോലെ കാണാനുള്ളത് എന്ന് ചില ആൾക്കാർ ചോദിച്ചു. അപ്പോൾ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ് കാണാനുള്ളത്. സീതാർകുണ്ടിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും രസകരമായിട്ടുള്ള ഒരു പ്രകൃതിയിലൂടെ തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ എസ്റ്റേറ്റിലൂടെ ഗംഭീരമായിട്ട് ഡ്രൈവിംഗ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്ന ആ ഷെഡിൻ്റെ സ്ട്രെയിറ്റ് ടാർ റോഡ് വഴി പോകുമ്പോൾ ഗ്രീൻലാൻഡിൻ്റെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, സ്റ്റേ ഒക്കെയാണ്. റൈറ്റിലോട്ടുള്ള കുറച്ച് തകർന്ന റോഡിലൂടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പോകുന്നത് ഫാം ഹൗസിലേക്കാണ്. ഒരുപാട് പക്ഷിമൃഗാദികളും പ്ലാന്റേഷൻസും എല്ലാം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ചെറിയ വണ്ടിയാണെങ്കിൽ അടി തട്ടും, അതുകൊണ്ട് ശ്രദ്ധിച്ച് ആസ്വദിച്ച് സൂക്ഷിച്ചു വരിക. നമ്മളതിന് ഫാം ഹൗസ് വിസിറ്റിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ അവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു. പെർമിഷൻ കിട്ടി ഫാം ഹൗസ് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ പെർ ഹെഡ് 10 രൂപ. ഞങ്ങൾ എല്ലാവർക്കും പാസ് എടുത്തു. ഈ ഫാം ഹൗസിൻ്റെ ഈ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടീം മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വെയിറ്റ് ചെയ്യാം. അങ്ങനെ സുഹൃത്തുക്കളെ, ഈ ഫാം ഹൗസിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെയായിട്ട് ഈ ഭാഗത്ത് കണ്ടപ്പോൾ രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ നമുക്ക് കണ്ടു. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഫോറസ്റ്റ് ഏരിയ എന്ന് അറിയില്ല. അതായത് ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നൊന്നുമില്ല. എന്നാലും ഈ ഒരു ദൃശ്യഭംഗി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിയുടെ അടിപൊളി കാഴ്ച രണ്ടോ അവിടെ
ഞാൻ കുറേ മലയൊക്കെ കാണുന്നുണ്ട്. എന്നാലും രസകരമായിട്ടുള്ള അടിപൊളി ആംബിയൻസിൽ നിന്ന് പോവാണ്. ഫാം ഹൗസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ ഫാം ഹൗസിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല. നമുക്ക് ചെന്ന് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ഈ ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ പോകുന്ന ഭാഗത്ത് ഗേറ്റിൻ്റെ മുന്നോടിയായിട്ട് ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇത് ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മളിങ്ങനെ പോയിട്ട് ഫാം ഹൗസിൻ്റെ ഗേറ്റ് എത്തി. ഫാം ഹൗസിൻ്റെ ഗേറ്റ് താണ്ടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കൗണ്ടർ നമ്മൾ പാസ് എടുത്തത് ഇത് ഫാം ഹൗസസ് എന്നിങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെടികൾ പറിക്കരുത് എന്ന് കാണാം. പക്ഷെ മനോഹരമായി ടൈൽസ് വിരിച്ചിരിക്കുന്ന നടപ്പാതയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. ഇവിടെ നമ്മൾ പാസ് എടുത്തത്, ഈ ഭാഗത്ത് നമ്മൾ പാസ് എടുത്തത്. ഇതിന് നല്ല രസകരമായിട്ട് ഷീറ്റൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആകാശം കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള ആകാശം. ഈ ആകാശം കുറേ നേരമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ആകാശത്തിൻ്റെ സവിശേഷത. ഇങ്ങനെ കുറേ ഫാം ഈ ഭാഗത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. ഇപ്പുറത്ത് പോയിട്ട് ഒന്ന് നോക്കിയിട്ട് എന്താ സംഭവം എന്നുള്ള കാര്യം. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ ഇവിടെ എന്താ ഈ ചെടികളാണോ? ഇവിടെ കോഴികളുണ്ടല്ലേ. മുമ്പ് ഇവിടെ കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുന്ന ദൃശ്യമാണ് കൂടെ കാണാൻ ആദ്യം സാധിച്ചത്. വേണ്ടോ, കാപ്പിക്കുരു, സൂപ്പറായിട്ടുള്ള കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുകയാണ്. നല്ല നെല്ലിയാമ്പതി കാപ്പി. ഇതൊക്കെ ഉണക്കിപ്പൊടിച്ചാണ് നമുക്ക് നമ്മൾ കാപ്പി കുടിക്കുന്ന കാപ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും വലിയൊരു പ്രോസസ്സ് ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ള കുറേ പ്രാവുകളെ വളർത്തിയിട്ടുണ്ട്. പ്രാവുകൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രാവുകളെ നമുക്കിവിടെ നിരനിരയായി കാണാം. അപ്പോൾ ഈ പ്രാവ് പ്രേമികൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വെളുത്ത പ്രാവുകൾ, കറുത്ത പ്രാവുകൾ, നോക്കൂ, ശൃംഗരിച്ച് നിൽക്കുന്ന പ്രാവുകൾ, അടയിരിക്കുന്ന പ്രാവുകൾ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രാവുകൾ നമുക്കിവിടെ സൈഡിൽ ഈ ഒരു കോർണറിൽ കാണുവാൻ സാധിച്ചു. അത് നല്ല ദൃശ്യവേദ്യമായിട്ടൊരു കാഴ്ചകൾ തന്നെയായിരുന്നു ഈ പ്രാവുകളുടെ ഈ വളർത്ത് കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ പ്രാവുകളുടെ കാഴ്ചകൾ കണ്ടു. നമുക്കിനി ഫാമിൻ്റെ ഈ ഭാഗത്തോട് ചുറ്റി നടന്ന് കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറേ കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്ത് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. വെറുതെ വേറെ കുറേ ആട്, എമു, അങ്ങനെ കുറേ സംഗതികൾ നമുക്ക് ഈ സൈഡിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ താഴെയാണ് ഈ എമു, പ്രാവ്, ആട് ഇതൊക്കെ കാണുന്ന കാഴ്ച. നമുക്ക് അത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് താഴേക്ക് പോവാം. നമുക്ക് ഈ സ്റ്റെപ്പുകൾ രണ്ട് രീതിയിലുണ്ട്. ഇങ്ങനെ ഇറങ്ങാം, അങ്ങനെ ഇറങ്ങാം. നമ്മൾ ഈ വഴിക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ താഴേക്ക് പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പക്ഷി മൃഗാദികളെയൊക്കെ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കാണുന്ന രംഗങ്ങൾ വരവേൽക്കുന്ന ഒരു വെള്ളപ്രാവാണ്. ഇവിടെയും കുറേ വെള്ളപ്രാവുകളെ കാണാൻ സാധിക്കും. ഇവിടെയും വെള്ളപ്രാവുകളെ കാണാൻ സാധിക്കും. രണ്ട് ആടിൻ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ സൈഡിൽ മുഴുവൻ വെള്ളപ്രാവുകളാണ് കേട്ടോ. വെള്ളരി പ്രാവുകൾ നല്ല സുഖശീതളിമയിൽ വിശ്രമിക്കുന്ന, വിഹരിക്കുന്ന പ്രാവുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ കുറേ ആടുകൾ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആടുകൾ പോലെയല്ല കേട്ടോ. ഈ തണുപ്പത്തുള്ള ആടുകൾ, അത് കുറച്ച് ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്ന ആടുകൾക്ക് അതിൻ്റെ രൂപത്തിലും ഘടനയിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി സ്റ്റൗട്ടാണ്, കുറച്ചുകൂടി ഹെൽത്തി ലുക്കാണ് നമുക്കവരെ കാണുമ്പോൾ. നമുക്ക് കുറച്ച് ആടുകളുടെ അടുത്തേക്ക് പോയി ചെന്ന് നോക്കാം. എന്നുണ്ടോ, പക്ഷെ ഇവരെ തൊട്ട് ഉപദ്രവിച്ചിട്ട് ശല്യപ്പെടുത്തരുതെന്നുള്ളതാണ്. അവരവരുടെ സ്വതന്ത്രമായിട്ട് ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ആടുകളുടെ നമുക്കിവിടെ വെച്ച് കാണാൻ പറ്റുന്നൊരു മനോഹാരിത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ ആടുകൾ കൂട്ടമായിട്ടിരിക്കുന്നുണ്ട്. ഒരു പുരുഷ കേസരികൾ, 2 പുരുഷ കേസരികളും. ഇതാ ഈ ശ്രീക്കുട്ടി, അതൊക്കെ കുത്തുനാടാണ് കേട്ടോ. ഇതെല്ലാം കുത്തുനാടാണേ. ഇങ്ങോട്ട് വന്നു. ഇതൊന്നും ചെയ്യില്ല.
ശ്രീകുട്ടൻ ആടുകൾക്കിടയിലൂടെ മന്ദം കുറച്ച് പേടിച്ചു കൊണ്ടുവരികയാണ്. ദിസ് ഈസ് നോട്ട് ഓസ്ട്രിച്ച് ശ്രീകുട്ടൻ, ദിസ് ഈസ് എമു. അതെ, അവന് എമു ഇവിടെ കാണാം. നല്ല രസകരമായിട്ടുള്ള എമു നമുക്കിവിടെ കാണാം. ആടുകളും എമുകളും. ഹായ് എമു ചേട്ടാ, ഹായ്. എമുവിൻ്റെ മുഖം നോക്കൂ, ഒരു മനുഷ്യൻ്റെ, ചില മനുഷ്യന്മാരുടെയൊക്കെ മുഖം പോലെയുണ്ട് എമു എന്ന് പറയുന്നത്. അപ്പോൾ എമുവിന് താഴെ ഒരാടും സുഖകരമായിട്ടിരിക്കുന്നുണ്ട്. എമു ഫാം. അപ്പോൾ ഒരു ഫാമിംഗ് എന്ന് പറയുന്നത് നമുക്കെന്നും ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ അമ്മും ശ്രീകുട്ടനും കൂടെ ഒരു കുഞ്ഞാടിനെ ഓമനിക്കുന്നുണ്ട്. ഈ കുഞ്ഞാട് അമ്മ കൊണ്ടുപോകണോ വീട്ടിലേക്ക്? വേണ്ട, ശരി, എങ്കിൽ വരൂ. ഇവിടെ ഒരു എന്താ പറയുക, മുട്ടനാട് ഇരിപ്പുണ്ട്. അവൻ പുരുഷ കേസരിയാണ്. അല്ലെ, കൊമ്പെല്ലാം അലങ്കരിച്ച് വെച്ച് അവൻ പൗരുഷം കൈവിടിയാതെ നിൽക്കുന്നുണ്ട്. ഹായ്, ഉപദ്രവിക്കരുത് ചേട്ടാ. അങ്ങനെ ഈ എമു ഫാമിൻ്റെ കാഴ്ചകളുടെ സൈഡിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത് ശരിക്കും രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഭാഗത്ത് കാണിക്കാൻ പറ്റുന്നത്. ഇത് കോഴിയാണ്. ഇവിടെ കോഴികളാണ് ഇതിനകത്തുള്ളത്. ഫുൾ ബ്ലാക്ക് കോഴികൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം. പക്ഷെ വെയിൽ നല്ല ചൂടായിട്ടോ. ഇതൊരു ബുൾഡോഗ് അല്ലേ? ഇതൊരു നായക്കുട്ടിയാണ്. 2 നായക്കുട്ടികൾ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഒരു ഗർഭിണിയായിട്ടുള്ള ആട്ടിൻകുട്ടി നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അതെ. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് കുറേ പ്രാവുകൾ തന്നെയാണ്. വെള്ളപ്രാവുകൾ. ഇത് കോഴികളാണ്. ഇവിടെ കോഴികൾ കാണാം, കറുപ്പ് കോഴികൾ. ഇവിടെ കുറേ ഒരു കൂട്ടം വെള്ളപ്രാവുകളെ കാണാൻ സാധിക്കും. എന്ത് രസകരമായിട്ടാണ് അവരിങ്ങനെ വിഹരിക്കുന്നത്. അവരവരുടെ ലോകത്ത് ഒരു ശല്യമില്ലാതെ വിഹരിച്ചു കൊണ്ടിരിക്കുക. നമ്മളായിട്ട് അവരെ ശല്യപ്പെടുത്താൻ പാടില്ല കേട്ടോ. അതാണൊരു വലിയൊരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കോഴികളാണ്, കറുത്ത കോഴികളാണ്. ഇത്തരം കറുത്ത കോഴികൾ ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഐറ്റംസ്, ഇവരുടെ വെറൈറ്റി അല്ലെങ്കിൽ ഇവരുടെ ബ്രീഡിൻ്റെ പേരുകൾ എനിക്കറിയില്ല. ഇവയുടെ ബ്രീഡൊക്കെ അറിയുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഫാം ഹൗസ് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ചെടിയെല്ലാം എടുത്ത് നമ്മൾ ആടിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുട്ടൻ പേടിച്ച് ദൂരെ ഓടി. അവൻ ഫീഡ് ചെയ്യാൻ നിന്നവൻ ഓടി. ആടുകൾ കൂട്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കൂട്ടമായിട്ട് വരുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തോളൂ. എല്ലാം അവിടെ ഇട്ട് കൊടുത്തോളൂ അമ്മു. ഇനി ബാക്കി അവരായി. അവർ കൂട്ടമായിട്ട് വരുന്നുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. ഇനി അവർ തമ്മിലായി അവരുടെ അഭ്യാസം. അതെ, അങ്ങനെ രൂപേഷേട്ടനാണ് അവർക്ക് ചെടി വലിച്ചു കൊടുത്തത്. അപ്പോൾ രൂപേഷേട്ടനോട് നന്ദി സൂചകമായിട്ട് അവ അദ്ദേഹത്തിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. ഇമ്മരിയാടുള്ളത് ആട്ടും കുട്ടിയാണത്. നമുക്ക് എന്ത് ക്യൂട്ടാന്ന് നോക്കിയതിനെ കാണുമ്പോൾ എടുക്കണ്ട, നമ്മളോട് ഉപദ്രവിക്കണ്ട, വല്ലതും പറ്റിയാലോ. എന്ത് ക്യൂട്ട് ലുക്കാന്ന് നോക്കേ. ഇവൻ കണ്ടതൊക്കെ കടിക്കാൻ വരും. ഇവൻ ക്യാമറയൊക്കെ കടിക്കാൻ വരുന്നു. ഒന്നുമില്ലടാ അപ്പൊ സോറി. അമ്മൂന്റെ ഡ്രസ്സ് കടിച്ച് വലിച്ചു. അത് കലക്കിയില്ലേ, ഭയങ്കര അനുഭവമായിരുന്നു. അമ്മൂൻ്റെ ഡ്രസ്സൊക്കെ കടിച്ച് വലിച്ചു അവൻ.
എന്താണെങ്കിലും നന്ദിയുള്ള വർഗമായിട്ട് നമുക്ക് നായ മാത്രമല്ല ആടുകളും നന്ദിയുള്ള വർഗങ്ങളായിട്ട് നമുക്ക് തോന്നി. യാമി അവിടെ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. യാമി ഒന്നും ചെയ്യില്ല, അത് പേടിക്കണ്ട കേട്ടോ, അത് സ്നേഹം കൊണ്ട് നക്കുക. ഓക്കെ, നമ്മളതിൻ്റെ ഫാമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ കാപ്പിക്കുരുവിൻ്റെ ഭാഗത്തെത്തി. കാപ്പിക്കുരുവിൻ്റെ ഭാഗത്ത് നമ്മളേക്കും ഈ ഫാമിൻ്റെ പുറത്തോട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ സൈഡിൽ ഞാൻ ഭാഗത്ത് ഫാമിൻ്റെ എന്തോ ബാക്കി കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. ആരെയും കാണുന്നില്ലല്ലോ. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഗേറ്റ് തുറക്കൂ, നമുക്ക് അകത്തേക്ക് കയറാം. നൊസ്റ്റാൾജിയ ഉറങ്ങുന്ന ഒരു ഗാർഡനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ കുറേ എന്തൊക്കെയോ രീതിയിലുള്ള ചെടികൾ നമുക്കിവിടെ കാണാം. എന്താണെന്നും ചോദിക്കരുത്, എന്താണെന്നും ചോദിക്കരുത്. കുറേ കറിവേപ്പില പോലെ കുറേ സംഭവങ്ങൾ കാണാം. വേറെ അധികം രീതിയിലുള്ള കുറേ ചെടികൾ കാണാം. വല്ല പാമ്പുണ്ട് അവിടെ. ശ്രീകുട്ട വരൂ. വള്ളിക്കൂടലുകൾ അതിനകത്ത് കാണാം. വള്ളിക്കൂടലിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം. അമരക്കയാണത്. അമരക്കയുടെ വിത്തുകളും അമരക്കയുടെ ചെടികളുമാണ്. അമരിക്ക എവിടെ? ഇതാ അമരിക്ക. ഇത് ചുവപ്പ് തരം അമരിക്ക. പച്ച എവിടെ? പച്ച അമരിക്ക. അതാ രണ്ട് രീതിയിലുള്ള അമരിക്ക നമ്മളവിടെ കണ്ടു. ഇത് അമരിക്കയുടെ എന്താ പറയുക, പന്തലാണ്. പിന്നെ ഇത് കുരുമുളകാണോ? ഇത് വെറ്റിലയാണോ? അത് കുരുമുളക് അല്ലേ? കുരുമുളക് ഇവിടെ കണ്ടു. ഇത് കുരുമുളകാണ്. അങ്ങോട്ടെ കുരുമുളകും നമുക്കിവിടെ കാണാം. ഇനി കുരുമുളക് ഇതാ കാണാം. കുരുമുളക് കാണാം. പിന്നെ കറിവേപ്പില എവിടെ? ഇതെല്ലാം കറിവേപ്പിലയാണ്. നേരത്തെ കണ്ടായിരുന്നു കറിവേപ്പില. പിന്നെ ഒരുപാട് രീതിയിലുള്ള ചെടികൾ നമുക്കിവിടെ കാണാം. നമ്മുടെ നാടൻ ചെമ്പരത്തി ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഫാം ഇവിടെ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സ്പേസസ് ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് തോട്ടം നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതേണ്ടോ മനോഹരമായിട്ടുള്ള ഈ കടലാസ് പൂ അല്ലേ? ഈ കടലാസ് പൂവിന് എന്താ പറയുക? കടലാസ് പൂവാണത്. കടലാസ് പൂവിന് എന്തൊരു പേര് പറയും? കടലാസ് പൂ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ടെമ്പിൾ പോലൊരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മകുടം കണ്ടപ്പോഴാണ് ടെമ്പിളാണെന്ന് തോന്നിയത്. ടെമ്പിളിന് അതായത് ഒരു ടെമ്പിളാണ്. നമുക്ക് ശരിക്കും ആ ഗ്രൗണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ടെമ്പിൾ കാണാൻ പറ്റുമായിരുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനെ സംഭവം ഇവിടെ എത്തി നമ്മൾ നിൽക്കുകയാണ്. നമുക്കിനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. അതെന്തോ ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്, ലൈൻ വീട് പോലെ എന്തോ ആണ്. ഓക്കെ, അങ്ങനെ എൻഡിലേക്ക് എത്തി. നമുക്കിനി ഫാം ഹൗസിൽ നമുക്ക് തിരിക്കാം. അങ്ങനെ ആ പ്ലാന്റേഷൻ ഏരിയയിൽ നിന്ന് ഒരുപാട് പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈവനിങ് സമയമായി, നല്ല കൂളായിട്ടുള്ള കാലാവസ്ഥയാണ്. നിങ്ങൾ ഓരോരുത്തരും വന്ന് ഈ ഫാം ഹൗസിൻ്റെ പ്രിമൈസസിൽ സ്പെൻഡ് ചെയ്യണം. ഇത്തരം ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങൾ സ്വായത്തമാക്കണം. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കുട്ടികൾ ഈ വെർച്വൽ വേൾഡിൽ നിന്നും അവർ പുറത്തേക്ക് ഇറങ്ങി റിയൽ വേൾഡിലോട്ട് വരണം. അതിന് ഏറ്റവും വലിയ ഉപാധി യാത്രകളും പ്രകൃതിയും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രകൾ തന്നെയായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിലൂടെ ഞാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നയനമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഓരോ അംശങ്ങളും നമ്മൾ തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് നമ്മൾ അതിൻ്റെ സന്ദേശം ഭാവി തലമുറയ്ക്ക് കൂടെ നമുക്ക് പകർന്നു നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉദാത്തം തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. സൂപ്പർ നേച്ചർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നേച്ചറാണ്. പ്രത്യേകിച്ച് ഈ ഹിൽ സ്റ്റേഷൻ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലെയിൻസിൽ കാണുന്ന അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഉള്ള മേഖലയിൽ കാണുന്ന രീതിയിലുള്ള പൂക്കളും വൃക്ഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മുറിഞ്ഞു പോയ വൃക്ഷത്തിൻ്റെ
ഒരു ദൃശ്യം ഞാൻ ആകാശത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പല രീതിയിലും എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഓരോ മരങ്ങളും ഓരോ ചെടികളും ഓരോ പുൽക്കൊടികളും നമുക്ക് ശരിക്കും ദൃശ്യവേദ്യമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കളർഫുള്ളായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് നമ്മൾ അന്യം നിന്ന് പോവാതെ ഈ പ്രകൃതിയിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ചെടികൾ പറിക്കരുത് എന്നുള്ള ഒരു സന്ദേശം അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വരുന്ന സഞ്ചാരികൾ ദയവായി ഈ പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളതിൽ അപ്പുറം പ്രകൃതിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതികളും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോഡ് ട്രിപ്പ് അറ്റ് നെല്ലിയാമ്പതി keeps on continuing. Stay tuned and enjoy, my dear friends. അപ്പോൾ നമ്മളങ്ങനെ ഈ ഗ്രീൻലാൻഡ് ഫാം ഹൗസിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മളിനി പോകാൻ പോകുന്നത് ഇതേ ഫാം ഹൗസിന് തന്നെ വേറൊരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ കാണാത്ത കുറച്ച് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല അനുഭവമായിരുന്നു. നെല്ലിയാമ്പതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി ഇങ്ങനെയൊക്കെയാണ് നമുക്കുള്ളത്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന പ്രകൃതിയുടെ ഒരു വരദാനമായിട്ടുള്ള പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നെല്ലിയാമ്പതിയുടെ ഒരു പുതിയ കാഴ്ച ഞങ്ങൾ ഈ ആൽബത്തിലൂടെ ഈ വ്ളോഗിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കോട്ടെ. ഇനി കാർ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് പോയി കാറിൽ കയറി പോകുന്നതിന് മുമ്പേ നമ്മൾ ഫാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ ബാക്കിയുണ്ട്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? തുടങ്ങിയ ഭാഗം ഇവിടെയായിരുന്നു കേട്ടോ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. നമ്മുടെ കാർ ദാ ബാക്കിൽ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഈ കുറച്ച് താറാവിൻ്റെ ഫാം, പശുവിൻ്റെ ഫാം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് കാണാൻ ചെയ്യാം. വെയിറ്റ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവരും ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ റോഡ് ട്രിപ്പ് കണ്ടിന്യൂസ് ത്രൂ നെല്ലിയാമ്പതി. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റ. Thank you for watching this episode fully and thank you for your time.